അധ്യാത്മരാമായണം കിഷ്കിന്ധകാന്ഡം ഹനുമൽ സമാഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യമൂകാദ്രിപാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ട വിപ്രലാപത്തോടും സീതാവിരഹം പുറഞ്ഞു കരകയും ചൂതായുധാർത്ഥ്യമുഴുത്തു പറകയും ആദി കലർന്നു നടന്നടക്കും ഇതോഭിതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രമേറിയിടിനാൻ മാരുതിയോട് ഭയേന ചൊല്ലിയിടിനാൻ ആരീ വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയും എന്നതൊന്നും കണ്ടാൽ. അഗ്രജൻ ചൊല്ലുകയാൽ എന്നെ ബലാലിങ് നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ. വിക്രമമുള്ളവരെത്രയും തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാണുക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നത് ചാപബാണാസി ശസ്ത്രങ്ങളുണ്ടല്ലോ. നീയൊരു വിപ്രവേഷം പൂണ്ടവരോട് വായുസുതാ ചെന്ന് ചോദിച്ചറിയണം. ഭക്തനേത്രലാഭഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിട നീ നമ്മുടെ ശത്രുക്കളെങ്കിൽ. അതല്ലെങ്കിൽ നിന്നുടെ ഭക്തപ്രസാദം അന്തസ്മേര ശബ്ദാദി മിത്രാൻമെന്നുള്ളതെന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം മഞ്ജസാ ചെന്ന് നമസ്കരിച്ചിടിനാൻ. അങ്കജനൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും മാറുകയിലാമുണ്ടത് നേരെ എന്നോട് തത്രൈവ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാതി സദൈവമേ. വിശ്വേകവീമാരായ യുവാക്കളാം അശ്വിനീ ദേവകളോ മാറ്റാതെന്നിയെ വിശ്വേക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ. മയ മനുഷ്യാകാരണ സഞ്ചരിക്കുന്നത് ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന് ഭക്തനം മഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ. കർത്തൃം ജഗൽ സ്ഥിതി സംഹാര സർഗങ്ങളദ്യതോ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്ന് ഉൾട്ടാരിൽ ഇന്ന് തോന്നുന്നു. നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നീടിന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ. പശ്യസഖേ വടിരൂപണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രവും അനേന ശ്രുതം ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടൂ നിർണയം. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കില കുതിരം രാമനൻ നിന്നുടെ നാമം ദശരഥ ഭൂമിപാലേന്ദ്രതനേൻ. ഇവൻ മമ സഹോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ ജാതമോദം പരമറ്റം മഹാത്മതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു ജാമാലിനി എന്നുടെ ഭാമിനി കൂടവേ താത് നിയോഗേന കാരണ സീമിനി യാതന്മാരായി തപസ് ചെയ്തിടുവൻ രണ്ടകാരണ്യെ വസിക്കുന്ന നാൾ. അതിചണ്ഡനായ ഒരു നിശാചരൻ വന്നുരൻ ജാനകി ദേവിയെ കെട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങളുടെ ഇറങ്ങി നടക്കുന്നു കണ്ടിയിൽ അവളെ ഒരിടത്തും എന്നിക കണ്ടുകെട്ടി നിന്നെ നീ ആരടോ സഖ ചൊല്ലിയിടുക എന്നത് കേട്ടൊരുമാരും ചെല്ലിയൻ കുപ്പിത്തെഴുത കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതഗ്രേ വസിക്കുന്നിതത്ര രഘുപതയെ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കവീശ്വരൻ ഉഗ്രനാക്കി കളഞ്ഞിരണ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷിമോകാചലം സങ്കേതമായി വന്ന് വിശ്വാസമോടിരിക്കുന്ന തർക്കാത്മജൻ. ഞാൻ അവൻ്റെ ഭൃത്യനായുള്ള ഒരു വാനരൻ വായുധനയൻ മഹാമതേ നാമധേയം ഹനുമാൻ. അഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കുമരികളെ. വേല ചെയ്യാം അതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. ഇത്തം തിരുമനസ്സെങ്കിൽ എഴുന്നുള്ള കുൾത്താപമെല്ലാം അകലം ദയാനിധേ എന്നുണർത്തിച്ചു ജാഗ്രത കൈക്കൊണ്ട് നിന്ന് തിരുമുമ്പിലമ്മാറുമാരുതേ. പോക മമ സ്കന്ധമേറിയിടുവിൻ നിങ്ങളാകുലഭാവം അകലക്കളഞ്ഞാലും. അപ്പോൾ ശബരി തൻ വാക്കുകൾ ഓർത്ത് കണ്ട്
ഉൽപ്പല നേത്രനുവാദവും ചെയ്തു. സുഗ്രീവസഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാമാറങ്ങെടുത്ത് നടന്നിതുമാരുതി സുഗ്രീവ സന്നിധവ് കൊണ്ടു ചെന്നീടിനാൻ. വ്യഗ്രം കളകനീ ഭാസ്കരനന്ദന ഭാഗ്യമഹോഭാഗ്യമാർത്തോളം എത്രയും ഭാസ്കര വംശസമത്ഭന്മാരായ രാമനും ലക്ഷ്മണനാകുപരിചനും രാമധാരാറ്റമിവിടെ കിഴന്നളി സുഗ്രീവനോട് ഈ വണ്ണം പറഞ്ഞ് അഗ്രീശ്വരഗ്രേ മഹാതരുശ്ചായാതലേ തഥാ വിശ്വൈക നായകന്മാരും കുമാരന്മാർ വിശ്രാന്തജതസാ നിന്നരുളിയിടിനാൻ. വാതാത്മജൻ പരമാനന്ദമൽക്കൊണ്ട് ഭീതിയോട് അർക്കാത്മജനോട് ചൊല്ലിനാൻ. ഭീതി കളക നീ മിത്രം ഗോത്രേ വന്ന് ജാതന്മാരായൊരു യോഗേശ്വരന്മാർ ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളി ആരെയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്ന് വന്നിച്ച് സഖ്യം ചെയ്ത് ഭാഗവതപ്രിയനായി വസിച്ചിടുക. പ്രീതനായൊരു സുഗ്രീവൻ അതു നേരം ആദരപൂർവമുത്തായ സസംഭ്രമം ഇഷ്ടപനാഥനിരുന്നരുളിയിടുവൻ. ഈശ്വരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പഠിച്ചവരിട്ടാൽ അത് നേരം ഇഷ്ടനാമാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ട് സൗമിത്രി സുഗ്രീവനും പുഷ്ടമാതാൽ ഒടിച്ചിട്ടരുളിയിടിനാൻ. തുഷ്ടിപുണ്ടെല്ലാവരും ഇരുന്നിടിനാൻ. നഷ്ടമായി വന്ന് സന്താപസംഘവും മിത്രാത്മനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാം ആദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശ ചൊല്ലിയിടിനാൻ. നാരീമുനിയായ ജാനകി ദേവിയെ ആരാഞ്ഞു തരുന്നുണ്ട് നിർണയം. ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യും തവജ്ഞയാൽ ഏതുമിത് നിരൂപിച്ച് ഖേദിക്കരുത്. ആദികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സുകുലം വധം ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാനൊരവസ്ഥ കണ്ടേനൊരു നാള്. അത് മാനവവീര തിരഞ്ഞു കയറ്റിയിരണം. മന്ത്രികൾ 4 പേരും ഞാൻ ആയി അചലാന്തരെ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കര നേത്രനയായൊരു തരുണിയെ പുഷ്കരമാർഗേന കൊണ്ടുപോയാനൊരു രക്ഷാവരണത് നേരം അസുന്ദരി രക്ഷിപ്പതിനാരുമില്ലഞ്ഞതീനെ രാമരാമേതി മറിയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്ന ദേവരൂത്തമേ അവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കെ കണ്ട നേരം പരവശാൽ ഉത്തിരീയത്തിൻ പൊതിഞ്ഞ ആഭരണങ്ങൾ അദൃശ്യരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനത് കണ്ടിങ്ങെടുത്ത് സൂക്ഷിച്ചു വെച്ചേന്നത് കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തിന്നാഭരണങ്ങളോ മനോവീരാ ഭവാനറിയാമല്ലോ. എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്ന് വന്നവൻതിനു മുമ്പിൽ വെച്ചേടിനാൻ. അർണജനേത്രൻ്റെ അടുത്ത് നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കെ വിരിഞ്ഞതോ നിങ്ങളും തന്നുങ്കിയാകിയ വൈദേഹിയോടയ്യോ സീത ജനകത്മജയമോ വല്ലഭേനാഥേ നളേന്ദ്രലായതലോചനയെ രോദനം ചെയ്ത് വിഭൂഷണ സഞ്ചയം ആദിപൂർവം തിരുമാറിലമഴ്ത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെപ്പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്നത് രാഘവനോട് പറഞ്ഞത് ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചമ്പുജനെത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോ ഹരേ. സുഗ്രീവനും പറഞ്ഞാനത് കെട്ടുടൻ വിഗ്രഹായി കേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ. ദേവിയെ കൈക്കൊള്ളുക ധൈര്യം വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ട് ദശരഥപുത്രനും ദുഃഖം കിട്ടോ ചുരുക്കി മരുവിനാൻ. മർക്കട ശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയും ജ്വലിപ്പിച്ച് ശുഭമായ ലഗ്നവും പാട്ട് ചെയ്യിപ്പിച്ചു. സഖ്യവും സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്ത് പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച് ആത്മഖേദം കളഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രേ മരുവിനാൻ. ബാലിയും താനും വിനക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചറിനാൻ. ബാലി സുഗ്രീവ കലഹകഥ. പണ്ട് മായാവി എന്നൊരസുരേശ്വരൻ ഉണ്ടായത് യമന്റെ പുത്രനായി. യുദ്ധത്തിനാരുമില്ല അഞ്ഞുമതിച്ചവൻ ഉദ്ധതനായി നടന്നിരുന്നു ശാന്തരെ കിഷ്കിന്ധയാമ്പുരി പൊക്ക് വിളിച്ചത്. മർക്കടാശി ഈശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നത് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ട് ചന്ദ്രൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചു കൊണ്ടതിന് ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ഞാനും അത് കണ്ടു ചെന്നത് പിന്നാലെ ദാനവൻ ചെന്ന് കുതിരുൾ പൊക്കുക വാനശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. ഞാനിതിൽ പൊക്കിവൻ തന്നെ ഒടുക്കുവൻ വനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചേരും ചോരവരികിൽ അടച്ചുപോയി വാഴുക നീ. യുദ്ധം പറഞ്ഞതിൽ പൊക്കിത് ബാലിയും തത്ര വിലദ്വാരി നിന്നേനടിയനും. പോയത് കാലം 1 മാസം എന്നിട്ടും ആഗതനായതുമില്ല കവീശ്വരൻ. വന്നിത് ചോര വിലമുഖം തന്നിൽ നിന്ന് എന്നുള്ളിൽ നിന്ന് വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ട് വിഷ്കിന്ധാപുരി പൊക്കിയിടിനാൻ. മർക്കടവീരനും ദുഃഖിച്ചത് കാലം വാനരാധീശ്വരനായ അഭിഷേകവും
വാനരേന്ദ്രന്മാർ എനിക്കു ചെയ്തിടിനാൻ ചെന്നത് കാലം കുറഞ്ഞെന്ന് പിന്നെയും വന്നത് ബാലി മഹാബലവാൻ തഥാ കല്ലിട്ട് ഞാൻ വിലദ്വാരം അടച്ചത് കൊല്ലുവാൻ എന്നോർത്ത് കോപിച്ചു ബാലിയും കൊല്ലുവാൻ എന്നോടടുത്തു പയ്യന ഞാൻ എല്ലായിടവും പഞ്ഞിരിക്കരുതാ എങ്ങും നീളെ നടന്നുഴന്നിരുന്ന് ശാന്തരെ ബാലി വരികയില്ല അത്ര ശാപത്തിനാൽ ഋഷിമുഖാചലേ വന്നിരുന്നിടിനേൻ വിശ്വാസമോട് ഞാൻ വിശ്വനാഥ വിഭോ ഉടനാം ബാലി പരിഗ്രഹിച്ചിരുന്നോഴും ഉടരാഗം മമ വല്ലഭ തന്നെയും നാടും നഗരവും ഭക്തിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ തൊൽപാദ പങ്കുരുഹസ്പർശ കാരണാൽ ഇപ്പോൾ അതീവ സുഖവുമുണ്ടായി വന്നു മിത്രാത്മജോക്തികൾ കേട്ട ഒരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കടന്നു ചെന്നാൻ തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവും എല്ലാം അടക്കി തരുവൻ ഞാൻ സത്യമിത് രാമഭാഷിതം കേവലം മാനവേന്ദ്രത്തുകൾ കെട്ടുതലഞ്ഞൊരു ഭുവനത്തിനെയും ഇങ്ങനെ ചൊല്ലിനാൻ സ്വർലോകനാഥൻ ജനാകിയ ഭാര്യയെ കൊല്ലുവാൻ ഏറ്റവും പണിയുണ്ട് നിർണയം ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം തുന്തുപിയാകും മഹാസുരൻ ചെന്ന് കിഷ്കിന്താപരദ്വാരി മഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ച ഒരു നേരത്ത് അതിക്രുത്തനാം ബാലി പുറപ്പെട്ട ചന്ദ്രൻ ശൃംഗം പിടിച്ച് പതിപ്പിച്ച ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴറ്റിയെറിഞ്ഞ് അതിരക്തവും വീണു മതങ്കാശ്രമസ്ഥലെ ആശ്രമദോഷം വരുത്തിയ ബാലി ഒന്ന് ശ്രീമുഖാചലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപരിപോകും മദ്വാക്യ ഗൗരവൽ എന്ന് ശപിച്ചത് കേട്ട് കവീന്ദ്രന് വന്നു തുടങ്ങി ഇവിടെ വരുവീല ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു സേവ്യത കൂടാതെ നിരന്തരം തുന്തുപി തൻ്റെ തല ഇത് കാണുക ഒരു ദന്തരം പോലെ കിടക്കുന്നത് ഭവാൻ ഇന്നിതിൽ തെറിഞ്ഞിരുന്ന ഭക്തന് വന്നുകൂടും കവി വീരണേ നിർണയം എന്നത് കേട്ട് ചിരിച്ചിരുത്തമൻ തന്നെ തൃക്കാൽപ്പെരുപരൽ കൊണ്ടത് തന്നെ എഴുത്ത് മേൽപോട്ട് എറിഞ്ഞിടിനാൻ എന്ന് വീണു ദശയോജന പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു പുകഴ്ന്ന് അവർ നന്നായിത്തീടിനാർ പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ മന്നവ സപ്തസാലങ്ങൾ ഇവയല്ലോ ബാലിക്ക് മൽപിടിച്ചിടുവാനായുള്ള സാലങ്ങൾ ഇവ എന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരമ്പെയ്ത് പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മജോക്തികൾ ഈദൃശം കേട്ടൊരു സൂര്യന്വയോ അത്ഭുതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തടിയിൽ അരളിയിടിനാൻ സാലങ്ങൾ ഏഴും പിളർന്ന് പുറപ്പെട്ട് ശൈലവും ഭൂമിയും ഭേദിച്ച് പിന്നെയും ബാണം ജ്വലിച്ച് തിരിഞ്ഞു വന്നാശു തൻ തൂണീരമൻപോടെ വെക്കോരനന്തരം വിസ്മിതനായൊരു പ്രാനുദിനെയും സസ്മിതം കുപ്പിത്തൊഴു ചൊല്ലിയിടിനൻ സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷ്യഭൂതൻ നിന്തിരുവടി നിർണയം പണ്ട് ഞാൻ ചെയ്താരു പുണ്യപരോദയം കൊണ്ട് കാൺമാനും എനിക്ക് യോഗം വന്നു ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം മറ്റതിനായ ഭവാനെ ലഭിക്കിയാൽ മോട്ടമഴിഞ്ഞ് അപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥരാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവമായ വിരിച്ചതും മകേൽ മമ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസേദമേ വ്യാപ്തമാനന്ദാനുഭൂതികരാംബരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യഫലോദയാൽ മണ്ണിനായി വഴി കുടിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ ധർമ്മദാന വ്രതതീർത്ഥ തപക്രതു കർമ്മപൂർത്തേഷ്ട്യാദികൾ കൊണ്ട് ഒരുത്തനും വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം ത്വൽപാദഭക്തി കൊണ്ടെന്നിയെ ത്വൽപാദപത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും കൃപാബലം യാതൊരുത്തൻ്റെ ചിത്തം നിന്തിരുപടി പാദാംബുജത്തിൽ ഇളകാതിറയ്ക്കുന്നു കൽക്ഷണം പോലും എന്നാകിൽ അവൻ തനിക്കൊക്കെ നീങ്ങിയിരും ജ്ഞാനമർത്ഥം ചിത്തം ഭവാങ്കൽ ഉറയ്ക്കായെങ്കിൽ അത് ഭക്തിയോടെ രാമരാമേ അതിഭക്തിയോടെ രാമരാമതി സാധനം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വരട്ടെ നല്ലനായി ഏറ്റവും വിശുദ്ധനാം നിർണയം മദ്യവനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും വിമുക്തനം രാമനാമചിത ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ല എനിക്ക് തുമേ ഭക്തി ഒഴിഞ്ഞ് മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദ ദയാനിധി തൊൽപാദഭക്തി മാർഗോപദേശം കൊണ്ട് മൽപാപമൽപാടയ ശ്രീലോകീപതേ ശത്രുമധ്യസ്ഥിത മിത്രാദി ഭേദപ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നത് ഭൂപലെ ത്വത്പാദപത്മാവലോകനം കൊണ്ട് കേവലജ്ഞാനം പുത്രധാരാദി സംബന്ധമെല്ലാം തവശക്തിയം ത്വൽപാദപങ്കജത്തിങ്കൽ ഉറയ്ക്കണം എപ്പോഴും കാമ്പനിക്കിരമാവതേ തന്നാമസങ്കീർത്തന പ്രിയയുടെ ജിഹ്വനാണമെന്നിയെ ത്വച്ചരണാംബോരുകത്തിങ്കൽ എപ്പോഴും വിമർശനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടെ ചാരുചരണങ്ങൾ കാണായി വരിക എന്നിയുടെ കണ്ണുകൾ കൊണ്ട് നിരന്തരം കണ്ണുകൾ കൊണ്ട് കേൾക്കായി വരണം സദാ
നിന്നുടെ ചാരിചരിതം ധരാപതേ മച്ചരണദ്വയം സഞ്ചരിച്ചീരണം അച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപതേ ത്വൽപാദ പാംസു തീർത്ഥങ്ങളെ കേൾക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ട് ജഗൽപതേ ഭക്തിയ നമസ്കരിക്കായി വരേണം മുഹൂർത്തമംഗം കൊണ്ട് നിത്യം ഭവൽപദം മിത്തം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്ത് പിടിച്ചു പുൽകീഴിനാൻ അംഗസംഘം കൊണ്ട് ലക്ഷ്മണം കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായ തത്ര മോഹിപ്പിച്ചു തന്നേരം കാര്യസിദ്ധി കരുണാജലനിധി. ബാലി സുഗ്രീവ യുദ്ധം. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതിലോ സഖേ. ബാലിയെ ചെന്ന് വിളിക്ക് യുദ്ധത്തിന് കാലം കളയരുത് ഏതുമിനിയിടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവൻ നിന്നെ നിർണയം. അർക്കാത്മജൻ അത് കേട്ട് നടന്നത് കിഷ്കിന്ധ്യാമ്പുരി നോക്കി നിരാകുലം. അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്ന് കിഷ്കിന്ധാപരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാൻ മിത്രഭാവേന രാമാദികൾ അന്നേരം. ക്രൂത്തനാം ബാലി അലറി നിന്നിടിനാൻ മിത്രതനേനും ഭക്ഷിച്ചു കുത്തിനാൻ. വൃത്രാര്യപുത്രണം മിത്രതനേനെ 100 പ്രാശു വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായത്. രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം മിത്രാത്മജനേത് വൃത്രാര്യപുത്രനേത് യുദ്ധം തിരിച്ചറിയാവല്ലൊരുത്തിനും. മിത്രവിനാശന ശങ്കയ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്ത് ഇലതു നേരം വൃത്രാര്യപുത്രം മുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദ്ദിച്ച് ഭിന്നനായോടിനാൻ. മിത്രതനേനും സത്വരമാർത്തനായി വൃത്രാര്യപുത്രനും ആലയം പൊക്കിത്. മിത്രസ്ഥനായി വന്ന് മിത്രതനേനും വൃത്തിരുഹാന്തികെ നിന്നരുളി നിന്നിന. മിത്രാന്യോത്ഭുതനാകിയ രാമനോട് എത്രയും ആർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കുകയോ അഥവാ ചിത്തത്തിലോർത്ത് അറിഞ്ഞീല ഞാനയ്യോ. വത്യൻ എന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടി താൻ തന്നെ സത്യം പ്രമാണമെന്നൊറ്റേൻ. അതും പുനരെത്രയും ഭാരം പിഴച്ചു ദയാനിധേ. സത്യസന്ധൻ ഭവാൻ എന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സല. മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുത്വാ രഘുത്തമൻ ഉത്തരം ചൊല്ലിനാൻ. യഥാശ്രുനേത്രനായി ആലിംഗനം ചെയ്ത് ചിത്തെ ഭയപ്പെടായി ഖേദം മമസഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്ന ഒരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിഞ്ഞ് മിത്രഘാതിത്വം ആശങ്ക ഞാൻ അന്നേരം മുക്തനവാനായതില്ലസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരയുവാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവരിനി. ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശനപുത്രനാം അഗ്രജൻ മൃത്യുവംശകൃതനെന്നുറച്ചേടു നീ. സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ. മിത്രാത്മജികളെ പുഷ്പമല്യത്തെ നീ വിത്വ വിരവോടയക്ക യുദ്ധത്തിനായി. ശത്രുഘ്ന പൂർവജൻ മാല്യവും ബന്ധിച്ച് മിത്രാത്മനെ മോദലയച്ചീടിനാൻ. ബാലിവധം. വൃത്രാര്യപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രോധനായി നിന്ന് കിഷ്കിന്ധാപരദ്വാരി കൃത്വ മഹാസിംഹനാദം രവിസുതൻ ഭർത്തരോഷം വിളിക്കുന്ന നാദം സദാ ശ്രുത്വാതിവിസ്മിതനായ ഒരു ബാലയും ബത്വ പരികരം യുദ്ധായ സത്വരം ബദ്ധ വൈരം പുറപ്പെട്ട ഒരു നേരത്ത് ഭർത്തൃഗ്രേ ചെന്ന് ബദ്ധാശ്രുനേത്രനായി മധ്യ തടുത്ത് ചൊല്ലിയിരുന്നാൻ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടിൽ എനിക്കത് കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായോ പോയ സുഗ്രീവനാശു വന്നിടുവൻ കാരണമെത്രയും ഭാരം. പരാക്രമമുള്ള ഒരു മിത്രം അവനുണ്ട് പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിയിരുന്നാൻ. ബാലേ ബലാൽ ഒരു ശങ്കയുണ്ടാകല കയ്യയച്ചിടു നീ വൈകരുതേതുമേ. നീ ഒരു കാര്യം ധരിക്കണം അമലെ. ബന്ധുവായുള്ളതോർക്ക് സുഗ്രീവന് ബന്ധമില്ല എന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ടവനേകനെന്നാകില ഹന്തവ്യനെന്നാലവനും അറിക നീ. ശത്രുവായുള്ളവൻ വന്ന് ഗൃഹാന്തിക യുദ്ധത്തിന് വിളിക്കുന്നതും കേട്ടുടൻ ശൂദ്രനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിൽ അടച്ചെന്നു ചൊല്ലു നീ. വൈരിയെക്കൊന്ന് വിരവിൽ ഒരുവൻ ഞാൻ തീർത്ത കൈക്കൊണ്ടിരിക്ക നീ. വല്ലഭ താരയും ചെന്നാൽ അത് കേട്ടവനോട് വീരശുകാമനെ കേട്ടാലുമെങ്കിൽ നീ. കാനളത്തിങ്കൽ നായാട്ടിന് പോയത് താനേ മോസൂദൻ അങ്കദൻ അന്നേരം കേട്ടൊരു ദന്തം എന്നോട് ചെന്നാൻ.
അത് കയറ്റിട്ട് ശേഷം യഥോചിതം പോക നീ ശ്രീമാൻ ദശരഥനയോധ്യാധിപതിൻ. രാമനെന്നുണ്ടവൻ തന്നുടൻ നന്ദന ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ. തെണ്ടകാനനെ വന്യാശനായി തപസ് ചെയ്തിടുവൻ. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നുടെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ച് തൽക്ഷണം വൃഷിമുഖാചലെ വന്നതും മിത്രാജ്ഞനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുകയെന്ന് അന്യോന്യം ഒന്നിച്ച് സഖ്യവും ചെയ്തുകൊണ്ടാർ അഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്ക് അങ്ങിരുന്നു ഇരുവരുമായുടൻ. വൃത്രാരിപുത്രനെ കൊന്ന് കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്ന് സത്യവും ചെയ്തു കൊടുത്തത് രാഘവൻ സത്വരം മർക്കഥനേന് വന്നേരം. അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കട്ടിത്തരുവനെന്നു തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തത് വന്നതിപ്പോൾ. അതുകൊണ്ട് തന്നെ അവൻ സ്വൈരമെല്ലാം കളഞ്ഞാച്ച് സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചുകൊള്ളുക ഇളമയായി. യാഹി രാമം ശ്രീരാം നീ ശരണമായി വേഗേന പാഹിമാമംഗതം രാജ്യം കുലഞ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും. ഇത് വ്യാകുലഹീനമ്രാന്ന് പറഞ്ഞ് അനുരാഗവശേന പറഞ്ഞത് ബാല്യയും സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായി കേതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്ക നീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്ന് നിർണയം. രാമനെ സ്നേഹമെന്നോളം എല്ലാവർക്കുമേ രാമനാകുന്നു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ച ഭൂമി ഭാരഹരണാർത്ഥമെന്ന് കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം പോവാനില്ല നിർണയം. നിർഗുണനേകൻ ആത്മാരാമനീശ്വരൻ തുച്ചരണാമ്പുജയ വീണ് നമസ്കരിച്ചിച്ചയാ ഞാൻ കൊട്ടിക്കൊണ്ടിങ്ങ് പോരുവൻ. മൽഗൃഹത്തിങ്കൽ ഉപകാരവുമേറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടേർക്ക നീ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലവേ ഭക്തിയോ വരം പാരം പാർക്കൽ എന്നോളം എല്ലാവർക്കുമേ ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി പുഷ്കരലോചനേ പൂർണ്ണഗുണാംബുദേ യുദ്ധമാശാസ്യ. വൃത്രാരിപുത്രനും കൃത്തനെ സത്വരം ബുദ്ധ്വ പരികരം നിർഗമിച്ചിടുവൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവൻ സുഗ്രീവനെ കൃതാധാരയും അസുരഗണങ്ങളും വാട്ടുവാട്ട് ആരുടെ താപമകന്നു പൊക്കിയിടിനാൻ. പല്ലും കടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ലെന്നങ്ങണഞ്ഞൊരു നേരം തഥാ മുഷ്ടികൾ കൊണ്ട് താടിച്ചത് ബാലിയെ രുഷ്ടനാം ബാലിയും സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽകൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തങ്ങളിൽ കൊട്ടിയും ഏറ്റം പിടിച്ചു കടിച്ച് പങ്കുറ്റത്തിൽ വീണും പിരണ്ടും ഉരുണ്ടും ഉൾറ്റീറ്റം കലർന്നും നഖം കൊണ്ട് മാന്തിയും ചാടിപ്പതിക്കുകയും കൂടെ കുതിക്കുകയും മാടിത്തെടുക്കുകയും കൂടെ കൊടുക്കുകയും ഓടിക്കഴിക്കുകയും വാടി വിയർക്കുകയും മാടി വിളിക്കുകയും കോപിച്ചെടുക്കുകയും മുഷ്ടിയുദ്ധപ്രയോഗം കൊണ്ട് നിൽപ്പവർ ദുഷ്ടി കുളിർക്കുകയും വാഴ്ത്തി സ്തുതിക്കുകയും കാലിനും കാലകാലൻ താനും ഉള്ളവർ ബാലിസുഗ്രീവീഥത്തിന് വാതടം. രണ്ട് സമുദ്രങ്ങളുടെ മേൽ പൊരും പോലെ രണ്ട് ശൈലങ്ങളുടെ മേൽ പൊരും പോലെയും കണ്ടവരാട്ടു കൊണ്ടാടി പുകഴ്ത്തിയും കണ്ടിയിലെ വാട്ടം ഒരുത്തനും ഏതുമേ. അച്ഛൻ കൊടുത്ത ഒരു മാല ബാലിക്കും ഉണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചു തർക്കതനേന വിഗ്രഹം. സാധുവുമേറ്റം കറന്ന് സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നത് കണ്ട് കാരുണ്യം കലർന്ന വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദൻ ബാലിതൻ വെട്ടപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷഷണ്ഡം മറഞ്ഞാശു മഹേന്ദ്രമാമസ്ത്രം തൊടുത്ത് വലിച്ചു നിറച്ചുരൻ വിദൃതമാറയച്ചരുളിയിടിനാൻ. ചെന്നത് ബാലിതന്മാരിൽ തറച്ചളവൊന്നടങ്ങി അങ്ങലറി വീണിടിനാൻ. ബാലിയും ഭൂമിയും ഒന്ന് വിറച്ച് തന്നേരത്ത് രാമനെ കുപ്പി സ്തുതിച്ചു മരൽസുതൻ. മോഹം കലർന്ന് മുഹൂർത്തമാത്രം പിന്നെ മോഹവന്തിർന്നു നോക്കിയിടിനാൻ. ബാലിയും കാണായുധഗ്രേ രഘുത്തമനെത്തതാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ച് അന്യപാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരുജടാമകടം കൊണ്ട് ഇടംപെട്ടമാരുടെ തിങ്കൽ വനമാലയും കൊണ്ട് ചാർവായുധങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതളച്ചവി കൊണ്ട് ശരീരവും പക്ഷഭാഗെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ചസാ കണ്ട് ഗർഹിച്ചു പറഞ്ഞത് ബാലിയുമുണ്ടായ കോപഖേദാകുല ചേതസ. എന്തു ഞാനൊന്ന് നിന്നോട് പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന രാജധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വെടിഞ്ഞത് എന്തിങ്ങനെ എന്തൊരുകറ്റ് ലഭിച്ചത് ഇതുകൊണ്ട് ചിന്തിക്ക് രാജകുലോത്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ച് കീർത്തിക്കെങ്കിൽ നേരെ പൊരുത് ജയിക്കണമേവനും എന്തൊന്ന് സുഗ്രീവനാൽ കൃതമായതും എന്ത് മറ്റെന്നൽ കൃതമല്ല അഞ്ഞതും രക്ഷാപരണ്ടവ പത്നിയെ കട്ടതിന് അർക്കാത്മജനെ ശരണമായി പ്രാപിച്ച് നിഗ്രഹിച്ചു പോവാൻ എന്നെ എന്തിനാകിലോ
വിക്രമം മാമകം കെട്ടറിയുന്നില്ലേ? ആരറിയാത്തത് മൂന്ന് ലോകത്തിലും വീരനാം എന്നോട് ബാഹ്യപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടമലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാനൊരു നാഴിക കൊണ്ട് നിന്ന അന്തികയെ വെച്ച് തൊഴുതേനും ആദരാൽ ധർമ്മിഷ്ഠനെന്ന ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മം എന്തോന്നു ലഭിച്ചത് ഇതുകൊണ്ട് നിർമൂലം ഇങ്ങനെ കാട്ടാളനെപ്പോലെ വാനരത്തെ ചതി ചെയ്ത് കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക നീ. വാനര മാംസം അവശ്യമത്രേ ബത മനസ്സേ തോന്നിയതെന്തിത് ഭൂപതേ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിന് ആയുധവുമായി നിർമ്മത്സരം നടക്കുന്നത് നീളേ ഞാൻ. പാപിയായ ഒരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചത് ഞാൻ. മോഹബദ്ധനായി നീ ഏതും അറിയാഞ്ഞതുമല്ലോ. പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ ഭേദവാക്യം. അത് ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചും ഏറ്റവും മഹാഭാവി താപം അവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത് ധർമ്മസ്ഥിതി വരുത്തും തരണീതലേ. നിർമ്മല നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കുമെല്ലാമൻ. ഏറെ പറഞ്ഞു പോകായി അവരോടതും ഭാവത്തിനായി വരും പാപികൾക്കേറ്റവും. ഇത്തമരുൾ ചെയ്തതൊക്കെ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണൻ അറിഞ്ഞുരൻ താമസഭാവമകന്നു സ്വസംഭ്രമം ഭക്തിയ നമസ്കൃത്യ വന്ന് ചൊല്ലിനാൻ നിത്തം. മാമപരാധം ക്ഷമിക്കേനവേ ശ്രീരാമ മഹാഭാഗ രാഘവ. നാരായണൻ നിന്ദയോട് നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസിക കാരുണ്യമോടും ക്ഷമിക്കണം. നിന്ദിരുമേനിയും കണ്ടു കണ്ടാച്ചു നിന്നന്തികേതാവകമായ ശരമേറ്റ് ദേഹം ഉപേക്ഷിപ്പതിന് യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തെന്ന് ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാമവി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ട് ചൊല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നതാകിയാലെന്നുമേ. സാക്ഷാൽ പുരസ്ഥിതനായ ഭവാനെ കണ്ടു കണ്ടൻപോട് നിന്നുടെ സഹായകം കൊണ്ട് മരിപ്പാൻ അവകാശം ഇക്കാലമുണ്ടായ നിന്നുടെ ഭാഗ്യ അതിരേകം ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നത് ഈശ്വര. നാരായണൻ നിന്തിരുവടി ജാനകിതാരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി ഭഗതി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശ പങ്കുരത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നേ മട്ടിക്കാൽ എന്നതും പത്മവിരോചന ഞാൻ അറിഞ്ഞിരിനാൻ. നിന്നുടെ ലോകം കമ്പാൻ തുടങ്ങിയിട്ടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. എന്നോട് തുല്യബലനാകും അംഗതൻ തന്നിൽ തിരുവള്ളമുണ്ടായിരിക്കണം. ആർക്കതനേനും അങ്കദബാലനും ഒക്കുമെനിക്കെന്ന് കൈക്കൊള്ളുകയും വേണമേ. അമ്പും പറിച്ച് തൃക്കൈ കൊണ്ടടിയനേ അൻപോട് മെല്ലെ തലോടുകയും വേണമെന്നത് കേട്ട് രഘുത്തമൻ ബാണവം ചെന്ന് പറിച്ച് തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർട്ട് വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്രവൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭവത്പദം ഗമിച്ചീരിനൻ രാമനായ ഒരു പരമാത്മന. ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടവുകം ഭയത്തോടുകൂടി വേഗേന പൊക്കത്ത് കിഷ്കിന്ധയായ പുരാജിരെ ചൊല്ലിനാൻ താരയോടാശു കവികളും സ്വർലോകവാസിയായത്. കവീശ്വരൻ ശ്രീരാമ സായകമേറ്റ് രണാജിനെ താരകുമാരനെ വഴിക്ക് വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ച് ഗോപിച്ചുകൊള്ളുക കിഷ്കിന്ധ മഹാവരം. മന്ത്രിയോട് നിയോഗിക്ക നീ പരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചത് കേട്ടൊരു താരയും ആലുല വീഴുന്ന കണ്ണുനീരും മറ്റ് ദുഃഖേന വാക്ഷസി താടിച്ച് താടിച്ച് ഗദ്ഗദ്വാജ പറഞ്ഞു പലതരം. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിന് ഭൂതലവാസവും മേ വ്രത ഭർത്താവതനോട് കുടമടിയാതെ വൃത്തിലോകം പ്രവേശിക്കുന്നതുണ്ട് ഞാൻ. യുദ്ധം കരഞ്ഞ് അവൾ ചെന്ന് തൻ രക്തമാംസുക്കൾ അണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളേവരം കണ്ട് മോഹം പൂണ്ട് പുത്രനോടും കൂടെ ഏറ്റവും വിവശയായി വീണിതു ചെന്ന് പാതാന്തിക താരയും കേന തുടങ്ങിനാർ. പിന്നെ പലതരം ബാണമേതെന്നെയും കൊന്നിടു നീ മമ. പ്രാണനാഥന് പോരാ പിരിഞ്ഞാലിടോ എന്നെ പതിയൊരു കൂടെ അയക്കിലോ. കന്യകാദാന ഫലം നിനക്കും വരും ആരിണം നിന്നാലനുഭൂതമല്ലയോ. ഭാര്യാവിയോഗ ദുഃഖം രഘുപതേ. വിഗ്രഹം തീർത്ത് രമ്യായി വാഴുക നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം. യുദ്ധം പറഞ്ഞു കരയുന്ന താരയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന
കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. താരോപദേശം. എന്തിന് ശോകം വൃഥാ തവ കേൾക്ക നീ, ബന്ധമില്ലേതുമിതിന്നു മനോഹരെ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ, ധന്യേ പരമാറ്റം എന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം, ത്വങ്മാംസരക്താസ്തി കൊണ്ടിടോ നിശ്ചേഷ്ട കഷ്ടതുല്യം ദേഹമോർക്ക നീ. നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ, ഇല്ല ജനനം മരണവുമില്ല കേളല്ലുണ്ടാകായത് നിലച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമില്ല, അത് കേവലം സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല, താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവരേകൻ പരനദ്വയൻ നവ്യേനാകാശത്തിൽ ലേപകൻ, ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മാക്കമായ തത്വമോർത്തെന്ത് ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശി ചോദിച്ചത് പിന്നെയും, നിശ്ചേഷ്ട കഷ്ടതുല്യം ദേഹമായത് സച്ചിതാത്മാ നിത്യമായത് ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളത് ഒക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധ എന്നത് കെട്ടരുൾ ചെയ്തു രഘുവരൻ. തന്നെ രഹസ്യമായുള്ളത് കേൾക്ക നീ. യാതൊരളവ് ദേഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായവരും അത്ര നാൾ ഐക്യമാത്മാവിന് സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം വർക്കിൽ മിഥ്യഭൂതമായ സംസാരവും വർക്കതാനെ വിനുത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവൻ എങ്ങനെയെന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ, സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ നൂനം അനാദ്യവിദ്യ ബന്ധഹേതുനാ നാനാമഹങ്കൃതിക്കാശു തൽക്കാര്യമായി. സംസാരമുണ്ടാമവാർത്ഥകമായതും സംസാരമോ രാഗദോഷാദിസങ്കുലം, മാനസം സംസാര കാരണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാകുക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണ്ണമായി വരും വസ്തുതയാ വാക്കിലില്ല. തദ്രഞ്ജനാദ്യത്തെ നിരൂപിച്ചു കൺക നീ. സൂക്ഷ്മമായി ബുദ്ധിന്ദ്രിയാദി സാമീപ്യമുണ്ടാകിയാൽ എത്തും ആത്മാവിന് സംസാരവും ബലൽ. ആത്മസ്വലിംഗമായി ഒരു മനസ്സിനെ താല്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവമായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബന്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നത് ഭാവിക്ക കൊണ്ട് സംസാരേ വലയുന്നു. ആദോ മനോഗുണൻ സൃഷ്ടാ തതസ്തത വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ പലാലെങ്ങും ആ ഭൂതപ്ലവം ഭ്രമിച്ചിരുന്നു. പിന്നെ സംസ്ഥ സംസ്കാരകാല ജീവനൊന്ന് അനാദ്യ വിദ്യാവശം പ്രാപിച്ച് തിഷ്ടത്യഭിനിവേശത്താൽ പുനരത് സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതേ ഭൂയോ ഘടികയന്ത്രവൽ സദാമായ ബലത്താൽ അവതാർക്കൊഴിക്കാമിടോ. യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ജാതസി സത്സംഗം ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിന് പുനരപ്പോൾ അവൻ മതി. മദ്വിഷയാദൃഢം ശ്രദ്ധയുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ. സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാകന്ത വേറൊന്നു നൂനമാത്മാവിത് സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം. ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ജാതസി സംസാര ദുഃഖം അവനില്ല. നീയും മയ പ്രോക്തമർട്ട് വിശുദ്ധയായി മയാവിമോഹങ്ങളൊക്കെ മനോഹരെ കർമ്മബന്ധത്തിങ്കൽ നിന്നുരൻ വേർപെട്ട നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്ക് കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവും ഏവം നിനക്ക് കാട്ടിത്തന്നു. താപമിനിക്കളഞ്ഞാലും അശേഷം നീ മദ്രൂപം ഈദൃശം ധ്യാനിച്ചു കൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും. നിർണയം കൈതവമല്ല പറഞ്ഞത് കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം കൊണ്ട് വണങ്ങിയാൽ മോഹമകന്നു തെളിഞ്ഞത് ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൽ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി. ആത്മബോധേന ജീവൻ മുക്തിയായിനാൽ മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കൽക്ഷണം സംഗമം മാത്രേണ താരയും ഭക്തി മുഴുത്തിറ്റനാദിബന്ധം തീർന്ന് മുക്തിയായ ആളൊരു നാരി തന്നെ എന്നാകിലും. വ്യഗ്രമെല്ലാം മകളെ പോയി തെളിഞ്ഞത് സുഗ്രീവനും. ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്ന് സഖ്യം പൂണ്ട് വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോം.
സുഗ്രീവ രാജ്യാഭിഷേകം. സുഗ്രീവനോടരുൾ ചെയ്താൻ അനന്തരം അഗ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ട് സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത ചെയ്യുക നീ രാമജ്ഞ അതലിഞ്ഞ സുഗ്രീവനും ആമോദപൂർവം ഒരുക്കിത്തുടങ്ങിനാൻ. സൗമ്യമായുള്ള ഒരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം പേരെ മൃദംഗാധിപതി ഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത് ജ്ഞാത്വാ ജഗ്ഗാമ രഘുത്തമ സന്നിധവും മന്ത്രികളോടും പ്രണമ്യം. പാജാമ്പജ മന്ത്രമുത പറഞ്ഞാൻ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചുകൊള്ളുക വേണമേ. പൂജ്യനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളവരടിയനി തവ ശാസനയും പരിപാലിച്ച് സന്തതം ദേവദേവേശാതെ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ. ലക്ഷ്മണനെപ്പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടവൻ അഗ്രഹിച്ചിരിച്ചൊളിച്ചു രഘുത്തമൻ. നീ തന്നെ ഞാൻ അതിനില്ലൊരു സംശയം പ്രീതനായി പോയാലും ആശു മമാജ്ഞ. രാജ്യാധിപത്യം നിനക്ക് തന്നേനി പൂജ്യനായി ചെന്ന് അഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പോവുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം സൗമത്യം ചെയ്തും അഭിഷേകമാതിരാൽ സാമർത്ഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥം അഭിഷേകം ചെയ്യ. പ്രഭുവോ സർവമധീനം നിനക്ക് രാജ്യം സഖേ ബാലിയെപ്പോലെ പരിപാലനം ചെയ്ത് ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രിശിഖരെ വസിക്കുന്നതുണ്ട് ഞാൻ അദ്യപ്രഭൃതി ചാതുർമാസ്യമാകുലാൽ പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്നങ്കിതാൻ ഇരിപ്പേടമറിഞ്ഞു വന്ന് എന്നോട് ചൊല്ലുകയും വേണം മമസകെ. അത്ര നാളും പുരത്തിങ്ങൾ വസിക്ക നീ നിത്യസുഖത്തോടും താരത്മജൈസമം. രാഘവൻ തന്നോട് രജ്ഞയും കൈക്കൊണ്ട് വേഗന സുമിത്രയോടും സുഗ്രീവനും ചെന്ന് പുരിപുക്ക് അഭിഷേകവും ചെയ്ത് വന്നിത് രാമാന്തികെ. സുമിത്രാത്മജൻ സോദരനോടും പ്രവർത്തനാക്കിയ ഗിരവസാദരം ചെന്ന് കരേറി രഘുത്തമൻ. ഉന്നതമൂർത്തി ശിഖരം പ്രവേശിച്ച് നിന്ന നേരമൊരു ഗഹ്വരം കാണായി. പാടികതിത്ത് കലർന്ന് വിളങ്ങിന കാടദേശം മണിപ്രവരോജ്വലം വാദവരിഷ ഹിമാധവവാരസം പാദവ്രത ഫലമൂല സഞ്ചിതം തത്രയോ വാസായ രോചയാമാസ സൗമിത്രണ ശ്രീരാമഭദ്രൻ മനോഹരൻ ചിത്തയോഗീന്ദ്രാദിഭക്തജനം തഥാ മർത്തിവേഷം ഗുണനാരായണൻ തന്നെ വെറ്റമൃഗാതിരൂപം ധരിച്ചെന്നുകം ഭക്ഷിത്വജനെ ഭജിച്ചു തുടങ്ങിനാൻ. സ്ഥാവരജംഗമജാതികളേവരും ദേവനെ കണ്ട് സുഖിച്ചുവാനീ മരുവിനാൻ. രാഘവൻ തൻ സമാധിവിരതനായി ഏകാന്തദേശമരുവന്ത ശാന്തരേ. ഏകദാ വന്നിച്ച സൗമത്തെ സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളിയിടിനാൻ. കേൾക്കിലാഗ്രഹം ഭാരം ക്രിയാമാർഗമാക്കിയാഹി മാറ്റപ്രദം പരലോകീവതേ. വർണ്ണാശ്രമങ്ങൾക്ക് മാറ്റവധം പോൽ അത് വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദ വ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു നിത്യം. പുരുഷാർത്ഥമെന്ന് യോഗ്യതന്മാർ ഭക്തിയ പറയുന്നതെന്ന് കേൾപ്പുണ്ട് ഞാൻ. ഭക്തനെ ദാസനായുള്ളവരടിയന് മുക്തിപ്രദം ഉപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാൻ അരുൾ ചെയ്കിലോ ലോകോപകാരമാകുമുണ്ടല്ലോ. ലക്ഷ്മണനെ ഉണർത്തിച്ച നേരത്ത് തക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു. ക്രിയാമാർഗോപദേശം. കേൾക്ക നീ എങ്കിൽ പൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനോട്ട് സംക്ഷേപിച്ച് നിങ്കിലുള്ള ഒരു വാത്സല്യം ഒഴുക്കിയാൽ തന്നെ ഗുഹ്യോക്തമാർഗേണ മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വം ഉണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ട് സാദരം ആചാര്യപൂർവരം ആരാധിക്കുമാമിടോ. കമലത്തിങ്കലാകലുമാം പുനര് അഗ്നിഭഗവാങ്കലുമാകലുമാമിടോ. മുഖ്യപ്രതിമാദികളിൽ നിന്നാകലും ആർക്കെങ്കിലാകലും അപ്പിങ്കലാകലും സണ്ടിലത്തിങ്കിലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമം വേദമന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരൽ മർലേപനാൽ വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂല പറഞ്ഞ് സന്ധ്യാവന്ദനാദിയ നിത്യകർമ്മം ചെയ്ത് പിന്നെ സ്വകർമ്മണ. ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ ആചാര്യനായത് ഞാനെന്ന് കൽപ്പിച്ച് പൂജിയ ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക. ശിലായാം പ്രതിമാസു ശോഭനട്ടം ചെയ്യുക വേണം. പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അറിക നീ. മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നവയജിക്ക് ഹവിസ് കൊണ്ട് ആദരാൽ അർക്കനെ തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലോ സർവപൂജാദ്രവ്യമായ സമ്പ്രാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയൊരുകൂടെ വാരി എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികളെന്ത് പിന്നെ പറയണമോ ഞാനടോ.
വസ്ത്രാജന കുശാദ്യങ്ങളാൽ ആസനം മുക്തമായത് കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന വെർമുതായിൽ വിന്യാസം കഴിക്കണം ചെയ്ത തത്വന്യാസവും കേശവാദ്യാന ചെയ്കമം മമ മൂർത്തിവഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്ത് സാദരം തന്നിട മുമ്പിൽ വാമേ കലശം വച്ച് ദക്ഷിണഭാഗെ കുസുമാദികളെല്ലാം മറ്റത ഭക്തിയും സംഭരിച്ചിരണം. വാക്യവാദ്യ പ്രധാനാർത്ഥമായും മധുപർക്കാർത്ഥമാചമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം ചേർത്തും മറ്റൊരുന്നും നിരൂപണം കൂടാതെ വൽക്കലാം ജീവസജ്ഞാം തരത്തുജ്വലാം ഉൽക്കമലേതൃടം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം ത്വയാ വ്യാപ്തമെന്നുറക്കേണം വിളക്കവും കൂടാതെ ആവാഹയൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവുമർക്യം തഥാ മധുവർക്കം ഇത്യാദി പുനഃ സ്നാനവസ്ത്രവിഭൂഷണൈ എത്രയുണ്ടുള്ളത് ഉപചാരമെന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. ആഗമക്തപ്രകാരേണ നീ രാജനൈ ധൂപദീപയർ നിവേദ്യർ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമരുക നീ. ഹോമമഗസ്ത്യക്തമാർഗ കൊണ്ടാനലെ മൂലമന്ത്രം കൊണ്ട് ചെയ്യാം. അതെന്നിയെ ഭക്തിയാ പുരുഷസത്വം കൊണ്ട് മാമടോ ചിത്തതാരിങ്കൽ നിനയ്ക്ക് കുമാരാ നീ ഉപാസനഗ്നോ ചരുണോ ഹവിഷാധ സോപാദിനാചൈക ഹോമം മഹാമതേ സപ്ത തപ്തജാംബൂന്നത പ്രഖ്യം മഹാപ്രദം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ അഗ്നിമത്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃതിഭക്ത്യാ ബുധോത്തമൻ പൈരുഷദാനാം ബലിദാനവും ചെയ്ത് ഹോമശേഷത്തെ സമാവയൻ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ച് മൗനിയായി വക്രവാസം നാഗവല്ലി ദലാദിയും തത്വമതഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതി സ്തുതി പാഠാദിയും ചെയ്ത് പാദാംബുജ നമസ്കാരവും ചെയ്ത് രഞ്ജാതിമാമറപ്പിച്ച് വിനീതനായും ദത്തമാകും പ്രസാദത്തെയും പണ്ട് ഉത്തമാംഗേ വിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാതിഥി മുഹുരുക്വ നമസ്കാരവും ചെയ്തനന്തരം ഉദസിപ്പിച്ചുരൻ പ്രത്യങ്മഹസിംഗൽ ഇത്തം ദിനമന പൂജിക്ക മത്സകേ ഭക്തിയുക്തനായുള്ള മർത്യൻ മുത നിത്യമോ ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും. കൈകസൂഖ്യങ്ങൾ എന്ത് ചൊല്ലേണമോ ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം. ഭക്തിയ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യലോ നിത്യപൂജാഫലം ഉണ്ടാവനെന്നതും ഭക്തപ്രിയൻ അരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതനം ലക്ഷ്മണൻ തന്നോട് അശേഷമിതം അരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവലംബി ദുഃഖം തുടങ്ങിന് ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജനമോഹിനീനാഥേ മമ പ്രിയേ ഏവമതി പ്രലാപം ചെയ്ത് നിദ്രയും ദേവദേവന് വരാതെ ചമഞ്ഞത് സൗമിത്യതിനുടെ വാക്യാമൃതം കൊണ്ട് സൗമിക്കമോട് വരും ചില